BC കെമിസ്ട്രിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റോമിക് നമ്പർ 1 മുതൽ 10 വരെ വരുന്ന എലമെന്റ്സിനെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഓർഡറിൽ എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ അറ്റോമിക് നമ്പർ 11 മുതൽ 20 വരെ വരുന്ന എലമെന്റ്സിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ സബ്ഷെല്ലിൽ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ഓരോ സബ്ഷെല്ലിലെ എനർജി ലെവലിൻ്റെ ഓർഡറിനെ പറ്റിയൊന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് എന്താ, 3Dയുടെ എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ 4s ഗ്രേറ്റർ ആണ്. ദെൻ 3Dയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 4s. 3Dയുടെ എനർജി ലെവൽ എന്താണ്, 4s ഗ്രേറ്റർ ആയിരിക്കും. ദെൻ 3Pയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 3s. 3Pയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 3s. ദെൻ 2Pയുടെ എനർജി ലെവൽ നോക്കുക, 2s ഗ്രേറ്റർ ആണ്. ദെൻ 2sന്റെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 1s. അപ്പോൾ നമ്മൾ എനർജി ലെവലിന്റെ ഓർഡർ പഠിച്ചു. 3Dയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 4s, ദെൻ 3Pയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 3s. അത് കഴിഞ്ഞ് ഒരു സബ്ഷെൽ കുറഞ്ഞു. അപ്പോൾ 2Pയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 2s, ദെൻ ഗ്രേറ്റർ ദാൻ 1s. ഇതാണ് സബ്ഷെൽ എനർജിയുടെ ഓർഡർ. ഈ ഓർഡർ അറിഞ്ഞിരിക്കണം. പിന്നെ ഓരോ സബ്ഷെല്ലിൽ ഇലക്ട്രോൺസിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ എസിലാണെങ്കിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് വരെ ഫില്ല് ചെയ്യാം. പിയിലാണെങ്കിൽ 6 ഇലക്ട്രോൺസ് വരെ ഫില്ല് ചെയ്യാം. ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺസ്, എഫിൽ 14 ഇലക്ട്രോൺസ് വരെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ എസ്സിൽ മാക്സിമം ഫില്ല് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം 2. നമ്മൾ ഓർത്തിരിക്കുക, എസ്സിൽ 2 ആണെങ്കിൽ പിയിൽ എത്രയായിരിക്കും, അതിൻ്റെ കൂടെ 4 ആഡ് ചെയ്യുക. അപ്പോൾ മാക്സിമം സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം 6. ഡിയിലാണെങ്കിൽ 6 + 4 10. ദെൻ എഫിലാണെങ്കിൽ 14. ഇനി നമ്മൾ സോഡിയം ആണ് നമ്മുടെ ആറ്റോമിക് നമ്പർ 11 വരുന്ന എലമെൻറ്റ്. ആ എലമെൻറ്റിനെ നമ്മളെങ്ങനെ സബ്ഷെല്ലിൽ ഇലക്ട്രോൺസ് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് സബ്ഷെൽ ഏതാണ്, 1s ആണ്. അപ്പോൾ 1s അതിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് വരെ ഫില്ല് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചത്, മാക്സിമം 2 ഇലക്ട്രോൺസ് വരെ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ മാക്സിമം 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞുള്ള സബ്ഷെൽ ഏതാണ്, 2s. 2sൽ എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം, മാക്സിമം 2sൽ മാക്സിമം, എസ്സിൽ എത്ര എണ്ണം വരെ മാക്സിമം ഫില്ല് ചെയ്യാം, 2 ഇലക്ട്രോൺസ്, 2s2. അത് കഴിഞ്ഞ് വരുന്ന സബ്ഷെല്ലാണ് 2p. 2pയിൽ എത്ര ഇലക്ട്രോൺ വരെ ഫില്ല് ചെയ്യാം, 2pയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് വരെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ 2p 6. അപ്പോൾ നോക്കിയേ ഇലക്ട്രോൺസ് എത്ര എണ്ണം ആയി നോക്കിയേ. 1sൽ 2, 2 4, 4 6 10 ഇലക്ട്രോൺസ് ആയി. ആറ്റോമിക് നമ്പർ 11 ആണ്. ഒരു ഇലക്ട്രോണും വേണം. അപ്പോൾ അടുത്ത സബ്ഷെല്ലിലായിട്ട് പോവാം, നമ്മുടെ 3sലേക്ക് പോകും. അപ്പോൾ 3sൽ മാക്സിമം 2 ഇലക്ട്രോൺ, നമുക്ക് ഒരു ഇലക്ട്രോണോട് മതി 11 ആവാൻ. അപ്പോൾ 3s1. ഇനി അടുത്ത സബ്ഷെൽ മഗ്നീഷ്യം നോക്കുകയാണെങ്കിലോ, 1s2. അടുത്ത എലമെന്റ് മഗ്നീഷ്യം, അതിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ 1s2 2s2. അതുപോലെ തന്നെ നമുക്ക് എഴുതാം 2p 6. 3s എന്ത് വരണം, 2 എണ്ണം വരണം, എങ്കിലല്ലേ 12 എണ്ണം കിട്ടുള്ളൂ. ഓക്കെ, 2 2 ഇത് 2 2 2 4 4 6 10 10 2 12, അങ്ങനെ 12 എണ്ണം. ഇനി ആറ്റോമിക് നമ്പർ അടുത്ത എലമെന്റ് ഏതാണ്, അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 13. അപ്പോൾ നമുക്ക് നോക്കാം, 1s2 2s2 2p6 3s2. അടുത്ത സബ്ഷെൽ ഏതാണെന്ന് നോക്കൂ, 3p. 3s കഴിഞ്ഞ അടുത്ത സബ്ഷെൽ ഏതാണ്, 3p ആണ്. കണ്ടോ, 3p. അപ്പോൾ നമ്മൾ 3pയിൽ 1 ഇലക്ട്രോൺസ് കൂടി ഫില്ല് ചെയ്തു. അങ്ങനെ 3p1 13 ഇലക്ട്രോൺസ് ആയി. ഇനി സിലിക്കോൺ നമുക്ക് എഴുതാലോ, 1s2 2s2 2p6 3s2 3p2. ഇനി അടുത്ത എലമെന്റ് ഫോസ്ഫറസിന്റെ ആറ്റോമിക് നമ്പർ 15. നമുക്ക് നോക്കാം, 1s2 2s2 2p6 3s2 3p3. നോക്കാം, 2 2 4 4 6 10 12 15, അങ്ങനെ 15 ഇലക്ട്രോൺസ് നമ്മൾ അതിൽ ഫില്ല് ചെയ്തു. അപ്പോൾ ഇത്ര ഓർത്തിരിക്കാമല്ലോ. നമ്മൾ ഫസ്റ്റത്തെ സബ്ഷെൽ 1s ആണ്. 1sൽ മാക്സിമം 2 ഇലക്ട്രോൺസ് വരെ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ വരുന്ന സബ്ഷെൽ 2sലും 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് വരെ നമുക്ക് ഫില്ല് ചെയ്യാം. അങ്ങനെ 6 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. ഇനി നമ്മൾ സൾഫറിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 16. അതിനെ നമ്മൾ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. ആറ്റോമിക് നമ്പർ 16 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ നോക്കാം. ആദ്യത്തെ സബ്ഷെല്ലിൽ 1sൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം ഫില്ല് ചെയ്യാം, 2 ഇലക്ട്രോൺസ്, 1s2. അത് കഴിഞ്ഞ് 2sൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം, 2s2. അപ്പോൾ നമ്മൾ ഈ ഓർഡറിൽ തന്നെ എഴുതാം. ആദ്യം 1s2 2s2 2p6 1s2 2s2 2p6 3s2 3p. 3ക്ക് പകരം ഇവിടെ എന്ത് വരണം, 4 വരണം. കാരണം എന്താ, മാക്സിമം 16 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം.
അപ്പോൾ നോക്കി ഇവിടെ 2 2 2 4 4 6 10 10 2 12 12 4 16 16 ഇലക്ട്രോൺസ് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി അടുത്ത അറ്റോമിക് നമ്പർ 17 വരുന്ന എലമെൻ്റ് പേരെന്താണ്? ക്ലോറിൻ ആണ്. ക്ലോറിൻ. അപ്പോൾ അതിൽ നമ്മൾ എഴുതാം 1s2 1s2 2s2 2p6 3s2 3p5. ഇതിൽ മാക്സിമം നമുക്ക് 6 ഇലക്ട്രോൺസ് വരെ ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ 3p5 ഫില്ല് ചെയ്യും. ഇനി ക്ലോറിൻ കഴിഞ്ഞ അടുത്ത എലമെൻറ്റ്സ് ഇതാണ് ആർഗൺ. ആർഗണിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 18. അപ്പോൾ നമുക്ക് നോക്കാം 1s2 2s2 2p6 3s2 3p6 മാക്സിമം 18 ഇലക്ട്രോൺസ് അങ്ങനെ ഫില്ല് ചെയ്തു. ഇനി നമുക്ക് നോക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഓർഡറിൽ എഴുതാം. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 19. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19. അപ്പോൾ 1s2 2s2 2p6 3s2 3p6. 3p കഴിഞ്ഞ പിന്നെ അടുത്ത സബ്ഷെൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. 3p കഴിഞ്ഞ പിന്നെ ഏതാണ്? 4s ആണ്. കണ്ടോ? 4s. 3p കഴിഞ്ഞ പിന്നെ വരുന്നത് 4s ആണ്. 4s സബ്ഷെല്ലാണ്. അപ്പോൾ 4sൽ നമ്മൾ എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്യണം? 1 ഇലക്ട്രോണോടെ ഫില്ല് ചെയ്യണം. 4s 1 അങ്ങനെ 19 ആണ്. അത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 1s2 2s2 2p6 3s2 3p6. കാൽഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 20 ആണ്. അതിൽ എത്ര ഇലക്ട്രോൺ വരെ മാക്സിമം ഫില്ല് ചെയ്യാം? 20 ഇലക്ട്രോൺസ്. അപ്പോൾ 4s2. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ പറ്റി പഠിച്ചു. ഓരോ സബ്ഷെല്ലിൽ ഇലക്ട്രോൺസ് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചു. പിന്നെ എനർജി ലെവലിൻ്റെ ഓർഡർ പഠിച്ചു. എനർജി ലെവലിൻ്റെ ഓർഡർ നോക്കാം. ഒന്നുകൂടി നമുക്ക് നോക്കാം. 3Dയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 4s. അത് ഓർത്തിരിക്കുക. 3Dയുടെ എനർജി ലെവൽ 4sനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞ് 3pയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 3s. അത് കഴിഞ്ഞ് ഒരു സബ്ഷെല്ല് കുറഞ്ഞു. 2pയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 2s ആയി. പിന്നെ 1sൻ്റെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 2sൻ്റെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 1s ആയി. അപ്പോൾ ഓർഡർ ഓർത്തിരിക്കുക. 3Dയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 4s. അത് കഴിഞ്ഞ് 3pയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 3s. ദെൻ 2pയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 2s. 2sൻ്റെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 1s. ഒന്ന് ഓർത്തിരുന്നാൽ മതി. 3Dയുടെ എനർജി ലെവൽ 4sനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കുക 3pയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 3s. അത് കഴിഞ്ഞ് നമുക്ക് എഴുതാൻ എളുപ്പമാണ്. ഒരു സബ്ഷെല്ല് കുറഞ്ഞു വരും. അപ്പോൾ 2pയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 2s. ഇതുപോലെ തന്നെ ഒരു സബ്ഷെല്ല് കുറയ്ക്കുക. 3ക്ക് പകരം ഇവിടെ 2 ആവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. പിന്നെ 2sൻ്റെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 1s. നമുക്കറിയാം ഫസ്റ്റിൽ ഒരു സബ്ഷെല്ലുള്ളൂ. 2ൽ 2 സബ്ഷെല്ല്, അങ്ങനെ 3ൽ 3 സബ്ഷെല്ല് 3s 3p 3d ഇങ്ങനെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഓരോ സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിൻ്റെ ഓർഡർ. അപ്പോൾ എക്സിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം? 2 ഇലക്ട്രോൺ. പിയിലാണെങ്കിൽ 6 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം. ഡിയിലാണെങ്കിൽ 10, എഫിൽ 14 ഇലക്ട്രോൺസ് വരെ നമുക്ക് ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച സോഡിയം മുതൽ അറ്റോമിക് നമ്പർ 11 മുതൽ കാൽഷ്യം 20, സോഡിയം അറ്റോമിക് നമ്പർ 11 മുതൽ കാൽഷ്യം അറ്റോമിക് നമ്പർ 20 വരെ വരുന്ന എലമെൻറ്റ്സിൻ്റെ സബ്ഷെല്ലിൽ എങ്ങനെ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാമെന്നാണ് പഠിച്ചത്. അപ്പോൾ നമുക്കറിയാം 1sൻ്റെ എനർജി ലെവൽ കഴിഞ്ഞാൽ പിന്നെ 2s. 1s ആണ് സബ്ഷെല്ല്. അപ്പോൾ 1s2 2 ഇലക്ട്രോൺ മാക്സിമം ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് 2s2 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് വരുന്ന 2pയിൽ 6 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. അപ്പോൾ നോക്കാം 2 2 4 4 6 10. ഇനി 1 ഇലക്ട്രോണോടി വേണം. അറ്റോമിക് നമ്പർ 11 ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3s എഴുതി. 3sൽ മാക്സിമം 1 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. അങ്ങനെ ഓർഡറിൽ ഈ എനർജി ലെവലിൻ്റെ ഓർഡറിൽ നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തു. അതാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ താങ്ക് യു.